ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, തലവേദനയൊക്കെ ആയതുകൊണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ ഉള്ളത്. കോളിഫ്ലവർ മസാലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് കോളിഫ്ലവർ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക കേട്ടോ. കോളിഫ്ലവർ ഒരു മസാലക്കറി വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം. കളറൊന്നും മാറണ്ട, ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നാൽ മതി. ഇനി സവാള ചേർത്ത് കൊടുക്കുവാണേ. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാനും രാത്രിക്കത്തേക്കും കൂടെ 2 നേരത്തേക്കും കൂടെ കണക്കാക്കി ഉണ്ടാക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഇപ്പം സവാള ഒന്ന് വഴന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇപ്പം ഇടണ്ട, ഉരുളക്കിഴങ്ങും പിന്നെ കോളിഫ്ലവർ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഞാൻ ആ വെള്ളത്തിൽ ഇട്ടതായിരുന്നേ കുറച്ച് നേരം, അതുകൊണ്ടാണ് ഒരു മഞ്ഞ കളർ. ഇതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കട്ടെ. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകം പൊടിച്ചത് തീർന്നായിരുന്നു, ഞാനിപ്പം പെരിഞ്ജീരകം പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും വേണേൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പെരിഞ്ജീരകം പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളേ. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുക്കണം. ഇവിടുത്തെ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളേ. അതൊരു കളറ് കുറവ്. പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. ഒത്തിരി തക്കാളി വേണ്ട, വല്ലാതെ പുളി ആയാലും ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇനി ഒന്നുകൂടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. തക്കാളി വെന്തോ നോക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ഞാൻ ഒത്തിരി ചാറായിട്ട് വെക്കുന്നില്ല, ഒത്തിരി ചാറായിട്ട് വെക്കാതെ ഇച്ചിരി പെരണ്ടിരിക്കുന്നൊരു പരുവത്തിൽ വെക്കുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് വെക്കുന്നത്. ഇനി ഇത് നന്നായിട്ടെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. മല്ലിയില ഇല്ല, മല്ലിയില വേണമായിരുന്നു, അത് ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇടണം കേട്ടോ. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ശകലം കൂടെ ഉപ്പിടുവാണേ. എന്നിട്ട് അടച്ചു വെക്കാം വേവിക്കാൻ വേണ്ടിയിട്ട്. കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള മസാലക്കറിയൊക്കെ ആയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ബസ് വരാനായി, അവളെ ഞാൻ കൂട്ടാൻ പോകുക. ഇങ്ങനെയല്ലല്ലോ സ്കൂളിൽ വിട്ട തലമുടിയൊക്കെ ഇരിക്കുന്ന പോലെ നോക്കിക്കേ. ഇതൊക്കെ സ്കൂളിൽ നിന്ന് അഴിച്ച് കിട്ടിയോ? എന്തിനാ കരഞ്ഞ സ്കൂളിൽ ഇത്? നീ എന്തിനാ കരഞ്ഞേ? ഞാൻ അറിഞ്ഞു എങ്ങനെ എന്തിനാ കരഞ്ഞേ, അതൊക്കെ അറിഞ്ഞു. എന്തിനാണ് കരഞ്ഞെന്ന് പറയടി. ഞാൻ അറിഞ്ഞു. തല്ലോ? നിങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നല്ലോ. എന്നിട്ട് പിണങ്ങിയോ? പൊന്നു വേറെ ക്ലാസ്സിൻ്റെ അടുത്താ? നീ മുകളിലേക്ക് കയറി പോയില്ലേ? ആ, ഇനി കണ്ടിട്ടൊരു വീഡിയോ വന്നിട്ട് നോക്ക്. എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിക്കണോ ചപ്പാത്തിയിൽ?
നെയ്യ് ഒഴിക്കണോ? ആ ആ എന്നാൽ ഒഴിച്ചു തരാം. ചപ്പാത്തിയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചതൊന്നുമല്ല, എന്നാലും നന്നായിട്ട് പൊങ്ങിയൊക്കെ കിട്ടിയേ. പിന്നെ സാധാരണ ഞാൻ പരത്തിയിട്ട് അപ്പം തന്നെ അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ പരത്തി വെച്ചു, സമയമുള്ളത് കൊണ്ട് പരത്തി വെച്ചു, എന്നിട്ട് സാവകാശമാണ് ചുട്ടൊക്കെ എടുത്തത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടേ. എന്തിലൊക്കെ മറ്റേ ഉള്ളിൽ ലോക്ക് വരുന്ന എന്താ വെച്ചാൽ പൊട്ടി പോകും. ഇങ്ങനെ വലിച്ചിട്ട് ഇരിക്കണുണ്ടാവും, ഉള്ളിൽ പൊട്ടിപ്പോകും. ഇതാകുമ്പോ പിന്നെ പുറത്ത് ലോക്ക് വരുന്നത് കൂട്ടാം. ഇങ്ങനെ പോന്നാലും സെറ്റ് ആക്കാം. നമ്മുടെ വീട്ടിലിരിക്കുന്ന അത്ര ഹൈറ്റ് തന്നെ ഉണ്ടോ? കുഴപ്പമില്ല. ഇത് നിങ്ങൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്ന് ടൈറ്റ് ആക്കണം കേട്ടോ. എപ്പോഴും ടൈറ്റ് ആക്കണം. ഇത് ടൈറ്റ് ആക്കി വെച്ചാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എന്തിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സൈസ് വലിപ്പം ഇല്ലാന്ന് തോന്നുകയാണെങ്കിലും വേണമെങ്കിൽ പൈപ്പൊക്കെ വെക്കാം. അത്യാവശ്യം ഇത് നോർമലി വീട്ടിൽ തന്നെയാണ്. മുകളിൽ ഇതിനകത്ത് വേറെ എന്താ? ചെരുപ്പ്, ചവിട്ടി, ചവിട്ടി. മോനെ കാണിച്ചരാ, അക്കുവിളന്ന് എടുത്തേടി, കാണിച്ചു കൊടുത്ത്. ഞങ്ങൾ വൈകുന്നേരം അയൽവക്കംകാരെല്ലാം കൂടെ വെറുതെ വയലിലേക്ക് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവിടെ ഒരു നേഴ്സറി വരുന്നുണ്ട്, പച്ചക്കറി തൈയും പിന്നെ പൂച്ചെടികളൊക്കെ വിൽക്കുന്ന ഒരു നേഴ്സറി. അതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. തുടച്ചു അവിടെ ഇരിക്കാൻ പോയതാ. എന്നാട്ടെ കാറ്റ് കൊള്ളാനാ? ഇവിടെ കണ്ടത്തിൽ പൂട്ടുന്നുണ്ടായിരുന്നേ. ഒച്ച കെട്ടിട്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അന്നേരത്തേക്ക് പൂട്ടലൊക്കെ കഴിഞ്ഞ് പോയായിരുന്നു. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ട്. വെറുതെ ഊക്കിയാൻ പോയിക്കൊണ്ടെങ്കിൽ കടിക്കുന്നില്ലേ? കളകള ഇരുട്ടായി തുടങ്ങി. കൂടെ പോണ്ടത് പുതിയ വരമ്പ് വെച്ചാ ഇങ്ങ് പോരെ ഇങ്ങ് വാ. ഉറച്ചിട്ടില്ല വരമ്പ്. ചേട്ടാ അവളുടെ കയ്യെ പിടിക്കണേ. ആ നല്ല ടീച്ചർമാരാന്ന് ഇവള് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് കുറച്ച് മക്രോണി ഇന്നാൾ മേടിച്ചതിൻ്റെ ബാക്കി ശകലം ഇരുന്നതാണ്. അത് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചു. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും കൂടി ഇടാം. ഞാൻ മുളക് ഇട്ടിട്ടില്ല, മുളക് പൊടിക്ക് എരിവുള്ളതാണ്. പിന്നെ പച്ചമുളകും കൂടി ഇടുമ്പോൾ വല്ലാതെ എരിവാവുമല്ലോ. രാത്രി ആയതുകൊണ്ട് കറിവേപ്പില എടുക്കാനും ഒന്നും പോയില്ല കേട്ടോ. കറിവേപ്പില ഇട്ടിട്ടില്ല. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇടാം. പിന്നെ എടുത്തു വെച്ച കറിവേപ്പിലയൊക്കെ തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, തക്കാളി സോസ്, ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തക്കാളി കുറച്ച് മതി, അല്ലെങ്കിൽ വല്ലാതെ പുളിയായി പോകുകയല്ലേ. പിന്നെ ഒരു ശകലം ഉപ്പിടുന്നുണ്ട്. മക്രോണിയിൽ ഉപ്പിട്ട് വേവിച്ചതായതുകൊണ്ട് ഒത്തിരി ചേർക്കണ്ട, കുറച്ച് മതി. മക്രോണി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേണം വേവിക്കാൻ, അല്ലെങ്കിൽ ഒരു ഭാഗം വേകും, ഒരു ഭാഗം വേകാതെയും കിടക്കും. ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടണം. പിന്നെ ചിക്കനോ ബീഫോ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് വേവിച്ചതുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിടാം. അതല്ലെങ്കിൽ മുട്ട ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്ത് ചിക്കി പൊരിച്ചിട്ടാണെങ്കിലും മിക്സാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല, വെറുതെ തക്കാളി ഉള്ളി മാത്രം വഴറ്റി വെക്കുക ചെയ്യുന്നത്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും സാധനങ്ങൾ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കി എടുത്തു. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പച്ചവെള്ളത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത മക്രോണി ചേർത്ത് മിക്സാക്കി എടുക്കുക. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ മാഗി മസാല, അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഒരു ശകലം ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.